സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ ആനുകൂല്യം നൽകുന്നത് സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജിക്കായി പാർട്ടിക്കുള്ളിലും സമ്മർദ്ദം. തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമെന്ന് VD സതീശൻ. പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് ഹൈക്കമാൻഡ്. രാജിവെക്കില്ലെന്ന നിലപാടിൽ രാഹുൽ. ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷം. രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ വാർത്താ സമ്മേളനം ഒഴിവാക്കി. രാഹുലിനെതിരെ തെരുവിലിറങ്ങി CPM-ഉം BJP-യും. തൃശൂരിൽ തൊട്ടിലുമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പ് പോര് രൂക്ഷം. ധർമ്മസ്ഥല തിരോധാന കേസിൽ വൻ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന അന്വേഷണ സംഘം. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിയെ തുടർന്നെന്ന് സുജാത ഭട്ട്. ഇടുക്കി ദേവികുളത്തെ മരം കൊള്ള അന്വേഷിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവ്. അടിയന്തര റിപ്പോർട്ട് തേടി സബ് കളക്ടർ VM ആര്യ. മൂന്നാർ DFO, വില്ലേജ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവർ റിപ്പോർട്ട് നൽകണം. മരങ്ങൾ മുറിച്ചു കടത്തിയത് റവന്യൂ വകുപ്പ് ഓഫീസിന് സമീപത്തു നിന്നും. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക്. നവംബർ 10-നും 18-നും ഇടയ്ക്ക് നടക്കുന്ന FIFA സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കും. സ്ഥിരീകരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. എതിരാളികളെ പിന്നീട് തീരുമാനിക്കും. കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ.